ഇപ്പോൾ ഡോക്ടർ ജി ശങ്കർ നമുക്കൊപ്പമുണ്ട്. ഹാബിറ്റാറ്റിൻ്റെ ടെക്നോളജി ഗ്രൂപ്പ് സ്ഥാപകനാണ് ഡോക്ടർ ജി ശങ്കർ. പുത്തുമലയിൽ ദുരന്തമുണ്ടായപ്പോൾ പുത്തുമലയിലെ റീഹാബിലിറ്റേഷൻ പദ്ധതികളെല്ലാം സർക്കാർ സമർപ്പിച്ചു. നിർഭാഗ്യവശാൽ സർക്കാർ അത് അംഗീകരിച്ചില്ല. എങ്കിൽ പോലും പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഭവന നിർമ്മാണം നടത്തുന്ന ഡോക്ടർ ജി ശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കാരണം ഇവിടെ പല വീടുകളും നിലംപൊത്തിയ കാഴ്ച നമ്മൾ കണ്ടു. അശാസ്ത്രീയമായ ഒരു റോഡ് നിർമ്മാണത്തെക്കുറിച്ചോ അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണത്തെക്കുറിച്ചോ ചർച്ച ചെയ്യേണ്ട സമയമല്ല. എങ്കിൽ പോലും ഡോക്ടർ ജി ശങ്കർ ഇത്തരം ദുരന്തബാധിത മേഖലകളിൽ വീട് പണിയുമ്പോൾ അതിന് അനുമതി കൊടുക്കുമ്പോൾ കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാനുണ്ട് അല്ലേ? അതെ, നമ്മൾ 2018 2019 വെള്ളപ്പൊക്കം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ അമൂല്യങ്ങളായിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ അവശേഷിപ്പിച്ചിട്ടാണ് കടന്നുപോയത്. ഞാൻ 2018 പുത്തുമലയിൽ നമുക്ക് ഇതൊരു സമാനതകളില്ലാത്തൊരു ദുരന്തം വയനാട് ജില്ലയെ ഗ്രസിച്ചപ്പോൾ അവിടെ കൂടെ നിന്ന ഒരാളാണ് ഞാൻ. എൻ്റെ യാത്ര തുടങ്ങിയിട്ട് 35 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിന് ഞാൻ പ്രധാനമായിട്ട് ഞാൻ അന്ന് ദർശിച്ചൊരു കാര്യം, അന്ന് ഒരു നിലവിളി പോലെ പ്രാർത്ഥന പോലെ ഞാൻ കേരള സമൂഹത്തിന് മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിരുന്നു. ഒന്ന്, വയനാട് ഇങ്ങറ്റം ലക്കിടി തൊട്ട് മുത്തങ്ങ വരെയുള്ള ഭാഗങ്ങളിൽ വ്യാപകമായിട്ട് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ച മലയിടിയുന്നതാണ്. മല ഉരുൾപൊട്ടലിനേക്കാളും എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയ പ്രതിഭാസം മലയിടിയുന്നതാണ്. റോഡിൻ്റെ രണ്ട് വശവും ചെറുതായിട്ടും വലുതായിട്ടും മലയിടിയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് എൻ്റെ മനസ്സിനകത്ത് ഓർമ്മ വരുന്നത്. പുത്തുമലയിലെ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പിൽ ഒരു ദൃശ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. വൈത്തിരി ബസ് സ്റ്റാൻഡ് വലിയൊരു മലയുടെ ഇടിച്ചിലിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും നിലം പൊത്തിയത് ഇപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ബാക്കിയുണ്ട്. പുത്തുമലയിൽ തീർച്ചയായിട്ടും ഹൃദയഭേദകമായിട്ടുള്ള കരൾ പിളർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭൗമ ശാസ്ത്രജ്ഞനൊന്നുമല്ല, പരിസ്ഥിതി പ്രവർത്തകൻ മാത്രമാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഉരുൾപൊട്ടലല്ല സുഹൃത്തുക്കളെ ഇവിടെ നടക്കുന്നത്. ഉരുൾപൊട്ടലല്ല, വയനാട് പ്രത്യേകമായിട്ടുള്ള ഒരു ഭൗമ പ്രതിഭാസമാണ് നടക്കുന്നത്. നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ പലതരം പ്രവർത്തനങ്ങൾ, കെട്ടിട നിർമ്മാണ പ്രവർത്തനം മാത്രമല്ല, ഖനനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അതിൻ്റെ ഉപരിതലം എവിടെ ആ ബലപ്പെട്ട പാളികൾക്ക് എവിടെ ഭ്രംശം വരുന്നുവോ അതിലേക്കൂടെ വെള്ളമിറങ്ങി ഗർത്തങ്ങൾ രൂപം പ്രാപിക്കുകയും ഗർത്തങ്ങൾ ക്രമേണ ജലാശയങ്ങളായിട്ട് രൂപം പ്രാപിക്കുകയും വലിയ ജലാശയങ്ങളായിട്ട് രൂപം പ്രാപിക്കുകയും വലിയ ജലാശയങ്ങൾ കോടിക്കണക്കിന് ലിറ്റർ ആവാഹക ശക്തിയുള്ള ജലാശയങ്ങൾ ഭൂമിക്കടിയിൽ ഇങ്ങനെ രൂപം പ്രാപിക്കുകയാണ്. അത് കാണാനൊക്കില്ല, ഭൂമിയുടെ പ്രതലത്തിലൊന്നും കാണാനൊക്കില്ല. ഭൂമിക്കടിയിലാണ് ഈ ഗർത്തം വരുന്നത്. അത് അതിവൃഷ്ടിയുടെ കാലത്ത് അതിൽ ഏതെങ്കിലും ദുർബലമായിട്ടുള്ള ഒരു പാളി പിളരുമ്പോൾ ഒരു പൈപ്പിൻ്റെ സമാനഗതിയിൽ വരികയും അത് പിന്നീട് വലിയൊരു ഭൗമപ്രവാഹമായിട്ട് മാറുകയും തീരം തകർത്തു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു പുഴയായിട്ട് മാറുകയും അതിൻ്റെ കൂടെ ഒലിച്ചു വരുന്ന കല്ലും മണ്ണും ഒക്കെ നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല ഇന്ന് കണ്ട ദൃശ്യമാണ്. ഇത് തന്നെയാണ് പുത്തുമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡോക്ടർ ജി ശങ്കർ. ഞാൻ അങ്ങ് ഇടപെടുന്നു, കാരണം അധിക നേരം എനിക്ക് അങ്ങ് വേണമെന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാകാത്തതുകൊണ്ട് നിരവധി കോളുകൾ വരുന്നത് കൊണ്ട് നമുക്കിത് വിശദമായി നാളെ ചർച്ച ചെയ്യേണ്ടതുണ്ട്.